6750 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇന്നൊരു സ്കാൽപ്പിംഗ് ഡേ ആയിരുന്നു. 6 ട്രേഡ് എടുത്തു, 2 സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, 4 പ്രോഫിറ്റിലെത്തി. ഞാൻ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഇതായിരുന്നു ഇന്നത്തെ ഒരു ട്രേഡ് സെറ്റപ്പ്. 4 ട്രേഡ് എടുത്തു, 3 ടാർഗറ്റ്, ഒരു സ്റ്റോപ്പ് ലോസ്. ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം പോസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും 2 ട്രേഡ് ഞാൻ എടുത്തു. അപ്പോൾ അതിൽ 1 സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, പിന്നെ അടുത്തത് ടാർഗറ്റ് ഹിറ്റായി. നല്ല റിസ്ക് റിവാർഡുള്ള ട്രേഡുകളാണ് ഇതെല്ലാം. എല്ലാം സ്കാൽപ്പിംഗ് സെറ്റപ്പാണ്. ചെറിയ പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കയറിയതാണ്. ക്യാപിറ്റലിൽ ഒരു റിസ്ക് ഇല്ലാത്ത ട്രേഡ് സെറ്റപ്സ് ആണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഓർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചധികം ഉണ്ട്. മാർക്കറ്റ് നല്ലതല്ലായിരുന്നു. മാർക്കറ്റ് പക്ക സൈഡ് വേസ് ആയിരുന്നു. ഒരു ജീവനില്ലാത്ത മാർക്കറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കാൽപ്പ് ചെയ്യുന്നതാണ് ഇവിടെ നല്ലത്. സോ ഫസ്റ്റ് ട്രേഡ് ഇതാണ്. ഞാനിവിടെ ഷോർട്ട് ചെയ്തു, ഇവിടെ കവർ ചെയ്തു, ഇവിടെ വീണ്ടും ഇത്രയും പ്രോഫിറ്റ് കിട്ടി. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. അത്യാവശ്യം നല്ല റിസ്ക് റിവാർഡുള്ള ട്രേഡ് ആയിരുന്നു ഇത്. രണ്ടാമത് ഞാൻ ഇവിടെ റിവേഴ്സ് ചെയ്തു, ഇത് ബൈ പൊസിഷൻ എടുത്തു, അത് പ്രോഫിറ്റിലോട്ട് പോയി. ഞാൻ ബൈ എടുത്ത ശേഷം അത്യാവശ്യം കുറച്ച് പ്രോഫിറ്റ് വന്നു. എന്നിട്ട് വീണ്ടും സൈഡ് വേസ് പോയി, എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഇതായിരുന്നു സ്റ്റോപ്പ് ലോസ് ഹിറ്റായത്. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ബൈ എടുത്ത ലെവലും എൻ്റെ സ്റ്റോപ്പ് ലോസ് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവലായിരുന്നു സ്റ്റോപ്പ് ലോസ്. അപ്പോൾ വളരെ ചെറിയ 1000 രൂപയ്ക്ക് താഴെ മാത്രമേ ലോസ് ഉള്ളൂ. എൻ്റെ ആദ്യത്തെ ട്രേഡിൽ എനിക്ക് ഇവിടെ 2000 രൂപയ്ക്ക് മേലെ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ട്രേഡ് ഞാൻ എൻ്റെ ക്യാപിറ്റൽ തൊട്ടിട്ടില്ല. റിസ്ക് ഫ്രീ ആയിട്ടുള്ള ട്രേഡാണ്. എൻ്റെ അന്നത്തെ പ്രോഫിറ്റ് വെച്ച് മാത്രമാണ് ഞാൻ ട്രേഡ് ചെയ്തത്. അപ്പോൾ ചെറിയൊരു ലോസ് ഞാൻ ഇവിടെ എടുത്തു, വീണ്ടും ഞാനിവിടെ ഷോർട്ട് ചെയ്തു. ഇത് 3ാമത്തെ ട്രേഡാണ്. എൻ്റെ അവിടുത്തെ പൊസിഷൻ റിവേഴ്സ് ചെയ്തു, ഞാനിവിടെ കവർ ചെയ്തു, പിന്നെ ഞാൻ ഇവിടെ വീണ്ടും ബൈ എടുത്തു. നല്ലൊരു ട്രേഡായിരുന്നു. ഞാൻ ഈ ടോപ്പിൽ പോയിട്ട് സെല്ല് ചെയ്തു. ഇത് ഞാൻ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. അതിനുശേഷം വീണ്ടും ഒരു ട്രേഡ്, ഇത് വീണ്ടും റീട്രേസ് ചെയ്തു. ഞാനിവിടെ വീണ്ടും ഒരു ബൈ എടുത്തു. പ്രോഫിറ്റ് നല്ല അത്യാവശ്യം ടാർഗറ്റിൻ്റെ അടുത്തത്. എൻ്റെ ടാർഗറ്റ് ഈ ഒരു ലെവലായിരുന്നു, പക്ഷേ ടാർഗറ്റിൻ്റെ അടുത്തെത്തിട്ട് വീണ്ടും തിരിച്ച് റിവേഴ്സ് ചെയ്തു. അപ്പോൾ ഞാൻ അവിടെ വീണ്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റാക്കി. ഇവിടെ വളരെ ചെറിയ, എനിക്ക് തോന്നുന്നു 1000 രൂപയ്ക്ക് താഴെ മാത്രമേ ലോസ് വന്നിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ അവിടെ വീണ്ടും ഒരു റിവേഴ്സ് പൊസിഷൻ എടുത്തു, വീണ്ടും ബൈ എടുത്തു, നേരത്തെ ടാർഗറ്റ് ഹിറ്റായി. ഇതായിരുന്നു എൻ്റെ അവസാനത്തെ ട്രേഡ്. അപ്പോൾ 2 സ്റ്റോപ്പ് ലോസ്, 4 പ്രോഫിറ്റ്. സ്റ്റോപ്പ് ലോസ് വളരെ നെഗ്ലിജിബിൾ ആണ്. ഭയങ്കര ചെറിയ ലോസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഡേ തുടങ്ങിയത് ഒരു ക്വിക്ക് ട്രേഡിൽ നിന്നായിരുന്നു. ഇത് ഈ ഒരു ട്രേഡ് അവിടെ പ്രോഫിറ്റ് ആക്കി നമ്മൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ അവിടുന്ന് ആ ഒരു പ്രോഫിറ്റ് റിസ്ക് ചെയ്തിട്ട് മാത്രമാണ് ബാക്കി ട്രേഡ് എല്ലാം എടുത്തത്. ഫസ്റ്റ് ട്രേഡ് മാത്രമാണ് എൻ്റെ ക്യാപിറ്റൽ ഞാൻ കുറച്ച് റിസ്ക് ചെയ്തത്. അതും ഭയങ്കര ചെറിയൊരു മൈന്യൂട്ട് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. പിന്നെ തൊട്ടുള്ള ട്രേഡ് എല്ലാം റിസ്ക് ഫ്രീ ആയിരുന്നു. അതായത് ഞാൻ ഉണ്ടാക്കിയ പൈസ മാർക്കറ്റിന് തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. അതുകൊണ്ട് തന്നെ ബാക്കി ട്രേഡ് എല്ലാം ചെറിയ സ്റ്റോപ്പ് ലോസ് മാത്രം എടുത്ത ട്രേഡുകളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ട്രേഡുകൾ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തു. കുറേയൊക്കെ റെക്കോർഡ് ചെയ്തൊക്കെ ഞാനിപ്പം കാണിക്കാം. അതിനുശേഷം വീഡിയോയുടെ എൻഡിൽ ഞാൻ ഈ ട്രേഡ് എടുത്തതിൻ്റെ റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ക്വിക്ക് ട്രേഡിനുള്ള ഒരു സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. ഷോർട്ട് പൊസിഷൻ എടുത്തു, ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ കയറാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമുക്കിപ്പോൾ 1000 രൂപ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. 2 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ്. ഒരു 1:2 എങ്കിലും പ്രതീക്ഷിക്കാം. 1:2 സ്പോട്ടിലെ ചാർട്ട് ഇനിയും നല്ല രീതിയിൽ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ അടുത്ത സ്ക്രീനിൽ ഞാൻ നോക്കുന്നത് ഇതാണ്. സോ ഈ ഒരു ലിക്വിഡിറ്റി സോൺ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1500 രൂപ പ്രോഫിറ്റ്. ലെറ്റ്സ് സീ. ഓക്കെ, ഇവിടെ നിന്ന് മൂവ്മെൻറ്റ് കിട്ടി. ഇനിയിപ്പോൾ എന്തായാലും ലോസ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്കിത് ലോസ് ആയാൽ എനിക്ക് തോന്നുന്നു ഒരു 1500 രൂപ ലോസ് വരും. ഇപ്പോൾ 1:1 നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ലോസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ വയ്ക്കാം സ്റ്റോപ്പ് ലോസ്. ഓക്കെ, സോ ചെറിയൊരു റിസ്കിലാണ് ഈ ട്രേഡ് പോകുന്നത്. ബജാജ് ഫിനാൻസ് വലിയൊരു മൊമെൻറ്റും ഒന്നും കാണിക്കുന്നില്ല. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടുന്നില്ല. 1:5, 1:6 റിസ്ക് റിവാർഡ് കിട്ടുന്ന ട്രേഡൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ചെറിയ ലോട്ട് സൈസ് ചെയ്തത്. ഇപ്പം ഞാൻ ഷോർട്ട് ചെയ്തത് വെറും ഒരു ലോട്ടാണ് ബജാജിലെ ഫ്യൂച്ചർ. സോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം എന്തായാലും സോ ഇവിടെ ബയേഴ്സിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു. പക്ഷേ ഇറ്റ്സ് ഓക്കെ, നമുക്ക് നോക്കാം. എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം ഈ ഒരു ബയേഴ്സ് സസ്റ്റെയിൻ ചെയ്യത്തില്ലെന്നാണ്
അപ്പോൾ ഇവരുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാനുള്ള സാധ്യത കൂടുതൽ. അപ്പം ഈ സ്റ്റോപ്പ് ലോസ് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പുഷ് ഡൗൺ വരും. നമ്മുടെ ടാർഗറ്റ് ഇത് ഇവിടെ ഈ ഒരു ലെവലിൽ, ഈ ഒരു പുഷ് ഡൗണിൽ നമ്മൾ എന്തായാലും എക്സിറ്റ് ആവും. ഇപ്പം വീണ്ടും താഴോട്ട് വരുന്നുണ്ട്. ലെറ്റ്സ് സീ. വീണ്ടും ആ ഒരു പൊസിഷൻ എത്തിയിട്ടുണ്ട്. ഇപ്പം ബയേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് 100 ആണ്. പ്രോഫിറ്റ് 2000 രൂപയ്ക്ക് അടുപ്പിച്ച്. വലിയൊരു മൊമെൻ്റ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ, എന്നാലും നമുക്ക് നോക്കാം. സോ എൻ്റെ ടാർഗറ്റ് ഞാൻ ഇപ്പോഴും സെറ്റ് ചെയ്തിട്ടില്ല. 2 രീതിയിൽ ഈ ട്രേഡ് മാനേജ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ക്വിക്ക് പ്രോഫിറ്റിൽ എക്സിറ്റ് ആയിട്ട് അടുത്തൊരു ബൈ പൊസിഷൻ നോക്കാം. എപ്പോഴും എൻ്റെ ബയേഴ്സ് ബൈ സൈഡിൽ തന്നെയാണ്. സോ ഇവിടെ നിന്നൊരു പുഷ് ഡൗൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ആവാം. പിന്നെ നമുക്കൊരു ബൈ പൊസിഷൻ സെർച്ച് ചെയ്യാം. നിഫ്റ്റിയാണ് ഇപ്പോഴത്തെ ചെറിയൊരു പ്രശ്നം. നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ നിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു അനുകൂലമാണ്. പക്ഷേ ഈ ട്രേഡ് അനുകൂലമായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രേഡ് ലോങ് പൊസിഷൻ ട്രൈ ചെയ്യാം. ഓക്കെ, ആ ലൈൻ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് ഓക്കെ എന്നാൽ ഒരു സ്പൈക്ക് വന്നിട്ടുണ്ട്. ഇതൊരു സ്റ്റോപ്പ് ലോസ് എടുത്തതാണ്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാം. ഈ ഒരു ഹൈയുടെ മേലെ വെക്കാം. ഇപ്പോൾ 2000 രൂപ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. അപ്പോൾ ഇനിയിപ്പം ഈ ഒരു ട്രേഡിന് റിസ്ക് ഇല്ല. സോ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ട്രേഡ് ഫ്രീ മണിയാണ്, റിസ്ക് ഇല്ല. നമ്മൾ കുറച്ച് നേരത്തെ മാത്രം റിസ്ക് ഉണ്ടായിരുന്നുള്ളൂ, അത് ചെറിയൊരു റിസ്ക് ആയിരുന്നു. ഇനി ഈ ട്രേഡ് തിരിച്ചു പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും നമുക്ക് നഷ്ടം വരാനില്ല. അതുകൊണ്ട് തന്നെ മനസ്സമാധാനത്തോടെ ഇരിക്കാം. ഓക്കെ, 2000 രൂപ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഇത് വേറൊരു ലിക്വിഡേഷൻ ലെവലാണ്. ഈ ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്യാൻ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കവർ ചെയ്യാം. ഓക്കെ, അവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ആവാൻ ടൈമായി. ഇപ്പം 2500 രൂപ പ്രോഫിറ്റാണ്. ഈ ഒരു ട്രേഡിൽ 2 രീതിയിൽ എക്സിറ്റ് ആവാം. ഒന്നെങ്കിൽ ഇപ്പോൾ എക്സിറ്റ് ആവാം, അല്ലെങ്കിൽ ഇത് ട്രെയിൽ ചെയ്ത് പോവാം. അപ്പോൾ എനിക്കിത് സെല്ല് ചെയ്യാനൊരു കൺവിക്ഷൻ ഇല്ല. നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ തീരുമാനിച്ചു വെച്ചിരുന്ന ആ ഒരു വാല്യൂ ഏരിയയിലോട്ടാണ് മൂവ് ചെയ്യുന്നത് ബജാജ് ഫിനാൻസ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടി താക്കാം. ഈ ഒരു ഹൈയിൽ വെക്കാം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും സേഫാണ്. ഇപ്പോൾ 2500 രൂപ പ്രോഫിറ്റ് നിൽക്കുകയാണ്. തിരിച്ച് മാർക്കറ്റിന് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യാൻ. അപ്പോൾ ഇതൊരു സ്കാൽപ്പിംഗ് ട്രേഡ് ആയിരുന്നു. വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് കയറിയതാണ്. ഈ പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി കുറച്ചും കൂടി റിസ്ക് എടുത്തിട്ട് ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാം. സ്പോട്ടിലെ ചാർട്ട് നോക്കുമ്പോൾ, ബജാജ് ഫിനാൻസിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ ഈ ഒരു ഏരിയ വരെ വരാനാണ് സാധ്യത. അപ്പോൾ ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിന് മുന്നേ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു 2850. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബൈ പൊസിഷൻ കൺസിഡർ ചെയ്യാം. സോ അതിന് പറ്റിയൊരു സെറ്റപ്പ് കിട്ടുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ഒരു ക്വിക്ക് സ്കാൽപ്പിംഗ് മൂവ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ എക്സിറ്റ് ആയതിനു ശേഷം വീണ്ടും ഒരു ബൈങ് പ്രഷർ കാണുന്നുണ്ട്. സോ നമ്മളിപ്പം വീണ്ടും ഒരു സെൽ പൊസിഷൻ ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ സ്റ്റോപ്പ് ലോസ്, സോ നമുക്ക് എന്താ ഡേ ലോയിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഈ ഒരു ലെവലാണ് സ്റ്റോപ്പ് ലോസ്. നമ്മുടെ ടാർഗറ്റ് നമുക്ക് അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് നോക്കാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഒരു രൂപയാണ് സ്റ്റോപ്പ് ലോസ്. 1.13 രൂപയാണ് സ്റ്റോപ്പ് ലോസ്. നമ്മുടെ ടാർഗറ്റ് നമുക്ക് ഈ ഒരു ലെവൽ വയ്ക്കാം. അപ്പോൾ 1:4 റിസ്ക് റിവാർഡുള്ളൊരു ട്രേഡാണിത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് ലോസ് ഇനി വരാനില്ല. ഓൾറെഡി നമ്മൾ 2800 രൂപയോളം പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ട്രേഡ് റിവേഴ്സ് ചെയ്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും നമുക്ക് പ്രശ്നം വരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ട്. ബ്രേക്ക് ഔട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഈ ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ടാർഗറ്റ് ഹിറ്റ് ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നലത്തെ പോലെ വീണ്ടും മാർക്കറ്റ് സൈഡ് വേസ് മൂവ്മെൻറ്റ് പോകും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇന്നും നമുക്ക് ഗ്രീനിൽ തന്നെ എൻഡ് ചെയ്യാൻ പറ്റും, ഈവൻ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും. ഇത് കംപ്ലീറ്റ്ലി റിസ്ക് ഫ്രീ ആയിട്ടുള്ളൊരു ട്രേഡാണ്. അപ്പോൾ ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ
നമ്മൾ വിചാരിച്ച പോലെ തന്നെ റിവേഴ്സിൽ വന്നു. ഇപ്പോൾ 4200 രൂപ പ്രോഫിറ്റ്. ഡേ ലോ ആണ് നമ്മുടെ ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ബ്രേക്ക് ഔട്ട് ഇപ്പം ബജാജ് ഫിനാൻസിലെ ബ്രേക്ക് ഔട്ട് അതും നടന്നിട്ടുണ്ട്. സോ പോസിറ്റീവാണ്. നിഫ്റ്റി മാത്രമാണ് ചെറിയൊരു പ്രശ്നം. നിഫ്റ്റി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. പക്ഷേ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞിട്ട് ഇപ്പം സൈഡ് വേസ് നടക്കുവാണ്. നിഫ്റ്റിയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബജാജ് ഫിനാൻസ് നമ്മുടെ ടാർഗറ്റ് എത്തും. ഇപ്പോൾ തന്നെ നമുക്ക് 1:2 അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 1:4 നോക്കാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഒരു മൊമെൻ്റ് അനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഡേ ഹൈയും ടാർഗറ്റ് വെക്കാം. അപ്പോൾ ഈ ട്രേഡ് കംപ്ലീറ്റ്ലി റിസ്ക് ഫ്രീ ആണ്. തിരിച്ച് വന്നിട്ട് സ്റ്റോപ്പ് ലോസ് ആയാലും എനിക്ക് ലോസ് ഒന്നുമില്ല. കാര്യം ഓൾറെഡി ഡേ തുടങ്ങിയപ്പോൾ തന്നെ പ്രോഫിറ്റ് ആയിരുന്നു. സോ ഈ അനാലിസിസ് ഞാൻ ടെലിഗ്രാം ചാനൽ പോസ്റ്റ് ചെയ്തായിരുന്നു. ടെലിഗ്രാം ചാനൽ ഞാൻ ഈ ഒരു സ്റ്റഡിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അനാലിസിസ് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ട്രേഡ് എടുത്തു. ആ ട്രേഡാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വെറും പ്രൈസ് ആക്ഷനും പിന്നെ കുറച്ച് ലിക്വിഡേഷൻ കോൺസെപ്റ്റും വെച്ചിട്ടാണ് ഈ ട്രേഡ് എല്ലാം ഞാൻ ചെയ്തത്. ഇപ്പോൾ ഇതിൽ നെഗറ്റീവായിട്ട് വരുന്നത് ഇപ്പം ബ്രോക്കറേജ് ആണ്. ഇപ്പോൾ ഇത്രയും ഓർഡർ എടുത്തുകൊണ്ട് ഇപ്പോൾ സ്കാൽപ്പ് ചെയ്യാൻ നേരത്ത് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണിത്. ബ്രോക്കറേജും ടാക്സും ഒക്കെ ആയിട്ട് കുറച്ച് പൈസ പോകും. അപ്പോൾ 6750 ഈ ഒരു ട്രേഡിന് എല്ലാം കൂടി ഞാൻ റിസ്ക് ചെയ്ത് എനിക്ക് തോന്നുന്നൊരു ലെസ് ദാൻ 1000 രൂപയായിരിക്കും. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, എൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് പ്രകാരം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കൊരു 1000-1200 രൂപ മാക്സിമം ലോസ് വരത്തുള്ളൂ. ആ ഒരു റിസ്ക് മാനേജ്മെൻറ്റിലാണ് ഞാൻ ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോയത്. ഈ 6750 എനിക്ക് തോന്നുന്നൊരു 1000 രൂപ ബ്രോക്കറേജ് ഒക്കെ ആയിട്ട് പോകുമായിരിക്കും. അപ്പോൾ എന്തായാലും 5500 രൂപയെങ്കിലും കൈ കിട്ടണം. വലിയ നല്ലൊരു ഡേ ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഒരു സ്ലോ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ബെസ്റ്റ് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ട്രേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരു വാല്യൂ ഏരിയസ് ആണ് ഇത് രണ്ടും. ഓക്കെ, അവിടെ ഒന്നും ഇതുവരെ മാർക്കറ്റ് എത്തിയിട്ടില്ല. ഇനി ഞാൻ റീട്രേസ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നു. തിരിച്ചു കയറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബജാജ് ഫിനാൻസ്. 1 മിനിറ്റ് ചാർട്ട് നോക്കാം. എൻ്റെ ആദ്യത്തെ ട്രേഡ് ദേ ഇവിടെ ഒരു ഷോർട്ട് പൊസിഷൻ ആയിരുന്നു. ഇതെടുക്കാനുള്ള കാരണം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു ബ്രേക്ക് ഔട്ട് ഞാൻ എൻട്രി എടുത്തില്ല. വീണ്ടും ഇങ്ങനെ ഒന്ന് സൈഡ് വേസ് കൺസോളിഡേഷൻ ഏരിയ ഇവിടെ കാണാൻ പറ്റും. ഈ ബ്രേക്ക് ഔട്ട് ഞാൻ എൻട്രി എടുക്കാത്തത് എൻ്റെ ഒരു ബയാസ് അപ്പ് സൈഡിലോട്ടായിരുന്നു രാവിലെ. അപ്പം ഈ ബ്രേക്ക് ഔട്ട് എൻ്റെ ബയാസിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. എൻ്റെ ബയാസ് എന്തുകൊണ്ട് അപ്പ് സൈഡ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഒരു ബിഗ്ഗർ പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കൺസോൾട്ടേഷൻ ആണ്. ഇവിടെ ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയം എത്താനുള്ള ഒരു കഷ്ടപ്പാട് നടക്കുകയാണ്. ഇവിടെ സെല്ലേഴ്സ് ആണ് ജയിച്ചത്. കാര്യം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയേഴ്സ് പ്രൈസ് പുഷ് ചെയ്യാൻ നോക്കുന്നു, നടക്കുന്നില്ല, തിരിച്ചു വരുന്നു, വീണ്ടും ലോവർ ഹൈ വീണ്ടും മേക്ക് ചെയ്തു, വീണ്ടും ലോവർ ലോ മേക്ക് ചെയ്തു, പിന്നെ ലോവർ ഹൈ മേക്ക് ചെയ്തു. ആ ലോവർ ഹൈ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ സെല് ചെയ്തത്. എന്നിട്ട് ഞാൻ ഈ ഒരു സ്ട്രക്ചറൽ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ എക്സിറ്റ് ആയി. ഈ ഒരു ലെവൽ എക്സിറ്റ് ആയി. ഈ ലെവൽ എക്സിറ്റ് ആകാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. ബജാജ് ഫിനാൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബജാജ് ഫിനാൻസിൻ്റെ സ്പോട്ടിലെ ചാർട്ടിൽ ഇവിടെ ഒരു ലിക്വിഡേഷൻ ഏരിയ ഉണ്ട്. സോ ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ലോ ആണ്. ഇത് 2 ലോയും കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാണ്. ഞാൻ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോഴാണ് എക്സിറ്റ് ആയത്. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു റിവേഴ്സൽ ശ്രമിച്ചു. റിവേഴ്സൽ എടുത്തത് കാര്യം എൻ്റെ ബയാസ് എപ്പോഴും അപ്പ് സൈഡിലാണ് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഷോർട്ട് ബൈ പൊസിഷൻ എടുത്തു. ബൈ പൊസിഷൻ എടുക്കാനുള്ള അടുത്ത റീസൺ എൻ്റെ എൻട്രി ഇവിടെ വീണ്ടും ഒരു എൻട്രി കാണാം. ഇവിടെ ഈ പ്രൈസ് ബ്രേക്ക് ഔട്ട് ചെയ്യുമെന്നുള്ള ആൻറ്റിസിപ്പേഷനിലാണ് ഞാൻ അടുത്ത ബൈ പൊസിഷൻ ഇവിടെ എടുത്തത്. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെയായിരുന്നു. പക്ഷേ അത് ഹോൾഡ് ചെയ്തില്ല. അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടി. പക്ഷേ അത് തിരിച്ചു വന്നു. ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ട് ഞാനിവിടെ ചെറിയൊരു ലോസിൽ എക്സിറ്റ് ആയി. 1000 രൂപ പോലും ഇവിടെ ലോസ് ഇല്ല. വളരെ മൈന്യൂട്ട് ലോസിലാണ് ഇവിടെ എക്സിറ്റ് ആയത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ട്രേഡ് ഞാൻ ഇവിടെ പോയിട്ട് ഇവിടുത്തെ ട്രേഡ് കവർ ചെയ്തു. ഷോർട്ട് സെല് ചെയ്ത പൊസിഷൻ ഞാൻ ഇവിടെ കവർ ചെയ്തതിൻ്റെ റീസൺ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്യുന്നുണ്ട്. എൻ്റെ ഡെയിലി ബയസ് അപ്പ് സൈഡാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പോയിട്ട് വീണ്ടും ഇവിടെ ഞാൻ കവർ ചെയ്തു. ഈ ക്യാൻഡിൽ കവർ ചെയ്തു. എന്നിട്ട് അടുത്ത ക്യാൻഡിൽ ഞാൻ ബൈ എടുത്തു.
ബൈ എടുത്തു. ടാർഗറ്റ് ഇത് ഇവിടെയാണ് ഞാൻ എക്സിറ്റ് ആയത്. ഇവിടെ എക്സിറ്റ് ആവുന്നുള്ള കാരണം ഇവിടെ ഒരു ലിക്വിഡിറ്റി റേഞ്ചാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ സെല്ലേഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ നേരത്തെ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തൊരു സോണാണ്. ബ്രേക്ക് ഔട്ടിന് ശ്രമിച്ചു, തിരിച്ചുപോയി. അപ്പോൾ ആ ഒരു സോൺ ബ്രേക്ക് ചെയ്തു. ഇവിടെ ആ ബയേഴ്സിനെയൊക്കെ ട്രാപ്പ് ചെയ്തു. ഇവിടെ പോയി ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുത്ത ആൾക്കാരൊക്കെ ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എക്സിറ്റ് ആയത്. ഇതൊരു ലിക്വിഡിറ്റി പൂളാണ്. എന്നിട്ട് തിരിച്ച് അത് റിട്ടേൺ ആയി ഞാനിവിടെ വീണ്ടും ബൈ എടുത്തു. കാരണം ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തു. ഇതൊരു കോംപ്ലിക്കേറ്റഡ് മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സ്റ്റോപ്പ് ഫണ്ടിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഈ ഒരു റേഞ്ചിലായിരുന്നു. ഇത് തിരിച്ച് കയറിപ്പോയി. എൻ്റെ ടാർഗറ്റ് ഈ ഒരു ഹൈയിലായിരുന്നു. ഈ ഹൈ ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ബ്രേക്ക് ചെയ്തില്ല. നിഫ്റ്റി സപ്പോർട്ടും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ തിരിച്ച് റിവേഴ്സ് ചെയ്തു. ഞാൻ എക്സിറ്റ് ആയിട്ട് കാരണം ഓൾറെഡി പ്രോഫിറ്റിലാണ്. അപ്പം ഇനി തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എക്സിറ്റ് ആയിട്ട് വീണ്ടും ഞാൻ ഒരു മൊമെൻറ്റം കണ്ടപ്പോൾ വീണ്ടും ബൈ എടുത്തു. പിന്നെ ഞാൻ എക്സിറ്റ് ആയത് ഈ ഒരു ലിക്വിഡിറ്റി റേഞ്ചിലാണ്. ഇത് ബ്രേക്ക് ചെയ്യാനുള്ള പവർ അവിടെ ബയേഴ്സിന് ഇല്ലായിരുന്നു. വോളിയം നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. ഇവിടെയൊക്കെ ഡ്രൈ ആണ് വോളിയം. ഞാൻ എക്സിറ്റ് ആവുന്ന സമയം വരെ ഒരു ബുള്ളിഷ് ക്യാൻഡലിൻ്റെ ഒക്കെ വോളിയം വളരെ ഡ്രൈ ആണ്. അതുകൊണ്ട് ഇവിടെ എക്സിറ്റ് ആയി. നമുക്കെല്ലാം കൂടി 6,750 രൂപ പ്രോഫിറ്റ് കിട്ടി. വളരെ ചെറിയ റിസ്ക് ആയിരുന്നു. 1000 രൂപ മാക്സിമം റിസ്ക് വരുമായിരിക്കും ഈ ട്രേഡിന്. ആദ്യത്തെ ട്രേഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ക്യാപിറ്റൽ റിസ്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.